ഹലോ നമസ്കാരം. നാളെ റിലീസിനെത്തുന്ന സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ടൊവിനോ തോമസ് പോലീസ് കഥാപാത്രത്തിലെത്തുന്ന ചിത്രം ഒരു ത്രില്ലർ ചിത്രമായാണ് പുറത്തിറങ്ങുന്നത്. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും സിനിമ ഒരു ഗംഭീര സിനിമയാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ട്രെയിലറും ടീസറൊക്കെ വൻ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തായാലും സിനിമ നാളെ റിലീസിനെത്തുകയാണ്. അപ്പോൾ നാളെ കണ്ടു തന്നെ അറിയാം ഈ സിനിമ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം നാളെ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ചിത്രം പോച്ചർ എന്നുള്ളതാണ്. ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് നിമിഷ സജയനും അതുപോലെ തന്നെ മാത്യു തോമസൊക്കെയാണ്. ആമസോൺ പ്രൈം വീഡിയോ വഴി ഫെബ്രുവരി 23 സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തും. അപ്പം എന്തായാലും കണ്ടു തന്നെ അറിയാം സിനിമ എങ്ങനെ ഉണ്ടാവുന്നു. അടുത്ത സിനിമ ബറോസാണ്. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമ ആശീർവാദ് ബാനറിലാണ് ഒരുക്കുന്നത്. ഈ ഒരു സിനിമ ഒരുപാട് നാളായി. എന്തായാലും മാർച്ച് മാസം 28 സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തും. എന്തായാലും കണ്ടറിയാം ഈ സിനിമ എങ്ങനെ ഉണ്ടാവുന്നു. അടുത്ത ചിത്രം ലാൽ സലാം എന്നുള്ളതാണ്. ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിഷ്ണു വിശാലും അതുപോലെ തന്നെ രജനീകാന്തൊക്കെ പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഒരു മാസ് സിനിമയായിട്ടായിരിക്കാം ഇത് പുറത്തിറങ്ങുന്നത്. ട്രെയിലറൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമ റിലീസ് മുമ്പേ അറിയാൻ സാധിക്കുകയുള്ളൂ ബാക്കി കാര്യങ്ങൾ. എന്തായാലും കണ്ടറിയാം. സിനിമയുടെ പോസ്റ്ററൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. രജനീകാന്തിൻ്റെ ഒരു മാസ് ലുക്കും സിനിമയിൽ കാണാൻ സാധിക്കും. എന്തായാലും ജയിലിന് ശേഷമുള്ള ഒരു ഹിറ്റിലേക്കായിരിക്കും ഈ സിനിമ പോകുന്നത്. കണ്ടറിയാം ഈ സിനിമ എങ്ങനെ ഉണ്ടാകുമെന്ന്. എന്തായാലും വൻ പ്രതീക്ഷ തന്നെ ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത ചിത്രം രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ജയ് ഗണേഷ് എന്നുള്ളതാണ്. ഒരുപാട് നാളുകളായി ഉണ്ണിമുകുന്ദൻ്റെ സിനിമ തിയേറ്ററുകളിൽ വന്നിട്ട്. എന്തായാലും വൻ പ്രതീക്ഷയെ കാത്തിരിക്കുന്ന സിനിമയുടെ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീൽ ചെയറിനകത്താണ് ഉണ്ണിമുകുന്ദൻ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. എന്തായാലും ഇന്ന് നല്ലൊരു പ്രതീക്ഷ തന്നെ ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഈ സിനിമ. അടുത്ത ചിത്രം ബ്രഹ്മയുഗമാണ്. വൻ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു മമ്മൂക്ക ചിത്രവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ട്രെയിലറും ടീസറും ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എന്തായാലും തിയേറ്ററിലെത്തുന്ന ദിവസം വൻ ഹൈപ്പിലായിരിക്കും ഈ സിനിമ പോകുന്നത്. അടുത്ത ചിത്രം ഹനുമാൻ ഗിയർ എന്നാണ്. ഫഹദ് ഫാസിൽ നായകനാവുന്ന സിനിമയുടെ അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല. ഉടനെ തന്നെ തിയേറ്ററിലേക്ക് റിലീസിനെത്തും. അടുത്ത മാസം ഈ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങാം. അടുത്ത ചിത്രം ഗുരുവായൂർ അമ്പലനട എന്നുള്ളതാണ്. വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് അതുപോലെ തന്നെ ബേസിൽ ജോസഫ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നതുണ്ട്. ഒരു വെറൈറ്റി കാസ്റ്റിംഗ് ആണ് ഈ ഒരു സിനിമയുടേത്. കാരണം ഒരുപാട് ആളുകൾ അണിയിരുന്നുണ്ട്. എന്തായാലും റിലീസിനെത്തുന്ന ദിവസം കണ്ടറിയും ഈ സിനിമ എങ്ങനെ ഉണ്ടാകുന്നു. അടുത്ത സിനിമ വർഷങ്ങൾക്ക് ശേഷമാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. എന്തായാലും ഒരു വെറൈറ്റി കോംബോ തന്നെയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം റിലീസിനെത്തുന്ന ഒരു വിനീത് ശ്രീനിവാസൻ കോംബോ ആണ് ഇവർ രണ്ടുപേരും. എന്തായാലും കണ്ടറിയാം ഈ സിനിമ എങ്ങനെ ഉണ്ടാകുന്നു. വളരെ വൻ പ്രതീക്ഷ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത ചിത്രം ഗോട്ട് എന്നുള്ളതാണ്. വിജയ് നായകനാകുന്ന സിനിമ വെങ്കപ്രഭുവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന സിനിമയും കൂടെയാണ്. വൻ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ റിലീസ് അടുത്ത മാസത്തോടൊക്കെ റിലീസിനെത്തും. എന്തായാലും കാത്തിരുന്ന് കാണാൻ